അസ്സലാമു അലൈക്കും. സാബിത്താന്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്നത്, നിങ്ങളെ ഹെഡിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താ വിശപ്പും നമ്മളെ രേണുസുതിയും ഒക്കെ ആയിട്ട് വന്നിക്കേന്ന്. അതെ, 2-3 ദിവസമായി എനിക്കും പറയണമെന്ന് വല്ലാണ്ട് മനസ്സ് വെമ്പുന്ന്. പിന്നെ പോട്ടെ, കയ്യല്ല നമ്മളെ ഫാമിലി വ്ളോഗെല്ലാം ചെയ്യുന്ന ആളല്ലേ, കയ്യല്ല എന്ന് പറയുന്നതാ. പക്ഷേ ഞാനൊരു മാധ്യമക്കാരത്തെയായെന്ന നിലയിൽ എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. പറയാതിരിക്കാൻ പറയണം. എനിക്കിങ്ങനെ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ നാക്കിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. മക്കളെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. തെറിയൊന്നും വിളിക്കാൻ നാക്ക് ചൊറിയൂല. പറയേണ്ട കാര്യം പറയും, നാക്ക് വല്ലാണ്ട് ചൊറിയും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളെ രേണുസുതി ഇപ്പം ക്യാൻസർ രോഗമായിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. അള്ളാഹുവെ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുക. അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. പിന്നെ അവിടെ ആ രേണുസുതി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, 11ാം വയസ്സിലെടുത്ത് പോറ്റിയ ഒരു മോനുണ്ട് എനിക്ക്. ആ മോൻ എന്നെ വന്ന് നോക്കുന്നില്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നുള്ള അവള് ആ രോഗക്കിടക്കയിൽ നിന്ന് അവളെ മോൻ വന്ന് നോക്കാത്ത വിഷമമേ രേണു അറിയിച്ചിക്കുള്ളൂ. അല്ലേ? രേണു അതേ അറിയിച്ചിക്കുള്ളൂ. ഞാൻ രേണുവിനെ എല്ലാ വീഡിയോസും കണ്ടത്. ഇപ്പം രോഗത്തിൽ കിടക്കുമ്പോൾ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അവൾക്ക് റീച്ച് കിട്ടിക്കോട്ടെ നേർച്ചിട്ട്. നമ്മളെ കൊണ്ട് പണം വലിയ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, പോവേണ്ട കഴിയില്ല. അതുകൊണ്ട് ഞാൻ കാണലുണ്ട്. അപ്പം അതിന് പ്രതികരിച്ചിട്ട് മോനൊരു വീഡിയോ ഇട്ട്. എന്ത്? രേണുസുതി ആദ്യം ഒരിക്കലും ഓൻ്റെ കുറ്റവും കുറവും ഓള് പറഞ്ഞിട്ടില്ല. ഞാനിത് ആരെ പക്ഷം പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ആരെ കുറ്റവും പറഞ്ഞിട്ടില്ല, മോൻ്റെ കുറ്റം തീരെയും പറഞ്ഞിട്ടില്ല. രേണു 11 വർഷം 11ാം വയസ്സിൽ ഞാൻ എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മോനാണ്. എൻ്റെ മോൻ എന്നെ കാണാൻ വന്നില്ല എന്നുള്ളൊരു വിഷമം പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ എടുത്തു പോറ്റിയ മോനല്ലെങ്കിലും പ്രസവിച്ച മോനായാലും വന്നില്ലെങ്കിൽ പറയും. ഇപ്പം എത്ര സ്വന്തം മക്കൾ ചെയ്തിട്ട് എത്ര പരാതി പറയുന്നുണ്ട്, അമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും ഒക്കെ. അതേപോലെ ഒരു വിഷമം പറഞ്ഞിട്ടേ ഉള്ളൂ. ആ പറഞ്ഞ സ്ഥാനത്താണ് മോയെ പലതും പൊക്കിപ്പിടിച്ച് വന്നത്. അമ്മയുടെ പല വീഡിയോസുകളും പൊക്കിപ്പിടിച്ച് വന്നത് ഞാൻ കണ്ടു. അമ്മേൻ്റെ ഇങ്ങനെ മാറുഭാഗം ഇവിടെ കാണുന്നതേ ഉള്ളൂ. അതിലും വലിയ റീൽസ് എല്ലോട് കളിച്ചിക്ക്. പക്ഷേ ഓൻ്റെ കയ്യിൽ അതേ ഇരിക്കുള്ളൂ. ഞാൻ അറിയാല്ല. ഇവിടെ ദേശം ഒന്നും ഇവിടെ ഇങ്ങനെ അതിലും വലിയ ഇറക്കമുള്ള കുപ്പായ ഇട്ടിട്ടാണ് ഇപ്പം പലരും നടക്കുന്നത്. പക്ഷേ അതിന് എനിക്ക് വല്ലാത്ത വിഷമം അന്നേരം ഉണ്ടായിരുന്നു. ഇത് മോൻ പറയതായിരുന്നു എന്ന്. അമ്മയല്ലേ. ഇനി അമ്മ കളിച്ചിട്ട് മാധ്യമത്തെ കൂടി അറിഞ്ഞു, ഓക്കെ. അതൊരു മോൻ പൊക്കിപ്പിടിച്ച് വരുമ്പോൾ അത് വിഷയം മാറും. അത് മോശം തന്നെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ പല ആളും കുറ്റം കുറവും പറഞ്ഞാലാണ് വീഡിയോസിന് റീച്ച് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പല ആൾക്കാരും പിന്നെ രേണുസുതി ഇങ്ങനെ കളിച്ചത് കൊണ്ട് ഓളെ കുറ്റപ്പെടുത്തിയിട്ടു ആ മോനെ പൊക്കിപ്പിടിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആട്ടെ, അത് അവരുടെ വിഷയമാണ്. ഓരോരുത്തർക്കും എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ട്. അത് അവരതായ ശരി, അവർ ചെയ്തോട്ടെ, അവർ പണം ഉണ്ടാക്കിക്കോട്ടെ. രേണുവിനെ വെച്ചിട്ട് ഒരുപാട് പണം എല്ലാവരും ഉണ്ടാക്കി. അത് എന്തോ രീതിയിൽ അവരുണ്ടാക്കട്ടെ. പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് നമ്മളെ വിശപ്പ്. ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്തൊരു വിശപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ വിശപ്പ് നിങ്ങളൊന്ന് കേൾക്കണം. ആ വിശപ്പ് വേറൊരാളെ ചാനൽ കൂടിയാണ് കണ്ടത്. കേട്ടോ. അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല. അത് ഏവന്റെ വീഡിയോസ് കൂടിയാണ്, മറ്റുള്ള വീഡിയോസ് കൂടിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രേണുസുദീന പിന്നെ ആ മോന കുറ്റം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറ്റൂല, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കൂല എന്നെല്ലാം പറഞ്ഞിട്ട് ആ വിശപ്പ് വീഡിയോസ് ഇട്ടത് ഞാൻ കണ്ടിക്ക്. ഇപ്പം വിശപ്പ് പിന്നെ അതുവരെ രേണുസുതിക്ക് കുറ്റം പറഞ്ഞ വിശപ്പാണ്. കാരണം എന്ന് വെച്ചാൽ വീട് ചോരുന്ന്, വീട് അങ്ങനെയാണ്, വീട് ഇങ്ങനെ ആകുന്നു എന്നൊക്കെ ഓള് കുറ്റം പറഞ്ഞതല്ല. അതും അവളെ വീടിന് സംഭവിച്ച സംഗതിയാണ് അവള് വീഡിയോസിൽ കൂടി പറഞ്ഞത്. അതിപ്പോ ആ വീട് മാത്രമല്ല, പുതിയ ഒരുപാട് വീടൊക്കെ ഉണ്ട്. നമ്മൾ ഈ തേപ്പല്ല എത്ര നനച്ചാലും വിണ്ട് പൊളക്കുന്നുണ്ട്. അതിപ്പോഴത്തെ സാധനത്തിന്റെ മോശക്കുറവ് തന്നെയാണ്. പണ്ടത്തെ സിമെന്റ് ഒന്നല്ല ഇപ്പം വരുന്നത്. അവളെ വിഷമങ്ങൾ അവൾ പങ്കുവെച്ച് അങ്ങനെ വിശപ്പ് അതിനുള്ള മറുപടി കൊടുത്ത് മാധ്യമത്തിൽ കൂടി കുറച്ച് മുന്നേ പിന്നെ രേണുസുതി വിശപ്പും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ വിശപ്പ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ മാധ്യമത്തിൽ കൂടി രേണുസുതിയായിട്ട് സംസാരിച്ചിട്ടുള്ളൂ, നേരിൽ ഞങ്ങളായിട്ട് ഒരു പ്രശ്നങ്ങൾ കുരുമാലൊന്നുമില്ല എന്ന്. പക്ഷെ അത് മാധ്യമത്തിൽ കൂടി തന്നെ വിശപ്പ് എന്ന് പറയുന്ന ആള് ഇപ്പം കണ്ടില്ല. വിശപ്പ് എന്ന് പറയുന്ന ആള് അങ്ങനെ പറയാൻ കാരണം എന്താന്നാ, ഈ വിശപ്പിന്റെ കമന്റിന്റെ തായും ഈ വിശപ്പിനോട് നേർക്കും
അത്രയും ജനം രേണു സുധീനെ പറ്റി പറ കുറ്റം പറ. ഈ ഞാൻ പറഞ്ഞില്ലേ തള്ളച്ചിമാരെ കൊണ്ട് പറയാന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്ന കൂട്ടറുണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ രേണു സുധീർ എന്താ അങ്ങനെ പറഞ്ഞ് പറയാന്ന് പറഞ്ഞിട്ട് ഈ ബിഷപ്പിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അന്നേത്തെ രംഗങ്ങൾ. അതുകൊണ്ടാണ് മാധ്യമത്തെ കൂടി പറഞ്ഞ് ഓൾ നേർക്ക് പോയിട്ടൊന്നും രേണു സുധീനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കാണികൾ ഉണ്ടാവുമല്ലോ. ഞാൻ എന്നെ കണ്ടുകൂടാത്തല്, രേണുസുനെ കണ്ടുകൂടാത്തല്, മറ്റു പല രീതിയിലും പല കണ്ടുകൂടാത്ത ആൾക്കാരുണ്ടാവില്ല. അവരെ വീഡിയോസ് പൊക്കി പിടിച്ചിട്ട് വലിയ ആൾക്കാർക്ക് പോയിട്ട് ഇട്ട് കൊടുക്കുക. അവരെ കൊണ്ട് പറ അങ്ങനെ പറയിപ്പിക്കുന്നതാണ് ഈ ബിഷപ്പിനോടും അങ്ങനെ പറയിപ്പിച്ചതാണ് ബിഷപ്പിനെ കൊണ്ടും. അപ്പൊ ഇപ്പം ബിഷപ്പിന് തീരെ സഹിച്ചില്ല. എന്ത് ആ മോയെ വീഡിയോ രേണു സുധീന്റെ ആ മറുഭാഗം കാണുന്ന വീഡിയോ പൊക്കി പിടിച്ച് മാധ്യമത്തിൽ കാണിച്ച് രേണു സുധീനെ കുറ്റം പറഞ്ഞതുമായ വീഡിയോസ് ആര് കണ്ട്? ബിഷപ്പ് കണ്ട്. അത് സഹിച്ചില്ല ആർക്ക്? ബിഷപ്പിന് മാത്രമല്ല എനിക്കും സഹിച്ചില്ല. കാരണം വെച്ചാൽ അമ്മ എന്തൊക്കെ ചെയ്യും, അമ്മ എന്തൊക്കെ പറയും, അതിന് പകരമായിട്ട് മക്കള് അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വേണ്ടാത്തരങ്ങള് അത് മാധ്യമത്ത് കൂടിയാലും നേരിലായാലും അത് വിളിച്ച് പറയും. തെറ്റ് തന്നെയാണ്. അത് ഈ ബിഷപ്പിന് നല്ലോണം മനസ്സിലായി. അല്ലാതെ രേണു സുധീനെ പൊക്കിയിട്ടോ മോനെ താത്തി പറയേണ്ടിയിട്ടത് ഒന്നുമല്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. ഇത് ഈ ബിഷപ്പ് പറയുന്നതിന്റെ മുന്നേ രേണു സുധീനെ മോയെ വീഡിയോ പൊക്കി പിടിച്ച് വന്നില്ലേ, അന്നേരേ ഞാൻ എൻ്റെ മനസ്സിലുണ്ട് എന്തെന്നാ രേണു സുധി ആദ്യം പറഞ്ഞത് എന്താ 11 വയസ്സ് മുതൽ എടുത്തു പോറ്റിയ മോയെ എന്നെ കാണാൻ വന്നില്ല എന്നുള്ളൊരു വിഷമത്തിന്റെ വീഡിയോസേ ഇട്ടിക്കുള്ളൂ. പക്ഷേ അവൻ അതിന് പ്രതികരിച്ച് വേണ്ടാത്ത വേറെ വീഡിയോസ് ഇട്ടപ്പോഴാണ് രേണു സുധി അവനുള്ള എടാ ഇന്നെ കൊണ്ട് പറയാൻ എനക്കുണ്ട്, ഇഞ്ചല്ല ഞാൻ പറയും പുറത്താക്കും എന്നൊക്കെ ഞാൻ കണ്ടതാണ് ആ വീഡിയോസ് എന്നവള് പറയാൻ കാരണം അവള് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ വീഡിയോസ് കണ്ട പാടെ തന്നെ, അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടിട്ട് ഓരോ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഉടനെ തന്നെ പൊക്കി പിടിച്ച് വീഡിയോസ്. അതെങ്ങനെ അമ്മേനെ അങ്ങനെ മോശക്കാരനാക്കുക? നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ, നാട്ടുകാർ ഓളെ മോശത്തരം എന്തോ പറയും. അതാരാലും ഏത് അമ്മേൻ്റെതായാലും ഏത് ഉമ്മാൻ്റെതായാലും ഏത് ഉപ്പാൻ്റെതായാലും ഏത് അച്ഛൻ്റെതായാലും നാട്ടുകാർ എന്താ പറഞ്ഞിരിക്കും. അതിനനുസരിച്ചിട്ട് മോനും പറയാല. പിന്നെ മോൻ വീഡിയോസിൽ പറയുന്നുണ്ട്, പിന്നെ ഇത് എൻ്റെ അനുജനായ ആ കുഞ്ഞിന്റെ പേരെന്തേലും എന്തോ ഉണ്ടല്ലോ ചോട്ടേന്റെ, ആ കുഞ്ഞങ്ങൾക്ക് സ്കൂളിൽ കണ്ടാൽ എന്ത് കുഴപ്പമുണ്ടാവും? ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിൽ എന്തെല്ലാം കോപ്രായങ്ങൾ അഭിനയിക്കുന്നു, ഈ സർക്കസിൽ എന്തെല്ലാം കാട്ടുന്നു. അവര് നല്ല വസ്ത്രമാണ് ഇടുന്നത്, അവർക്കൊന്നും സ്കൂൾ പഠിക്കുന്ന മക്കളില്ലേ, അവർക്കൊന്നും കുടുംബക്കാരില്ലേ, ഓൾ അഭിനയിച്ചതല്ലേ, ഓൾ അല്ലാണ്ട് കണ്ടോലെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാടും പോയതെല്ലാം ഒക്കെ പറയേനു. രേണു സുധി ഞാൻ ആരുടെ പക്ഷത്തല്ലേ? രേണു സുധി അഭിനയിച്ചതല്ലേ? അപ്പൊ ഈ സിനിമയിലും സീരിയലും മറ്റേ സർക്കസ് എല്ലാം നിങ്ങൾ വെറും അടിവസ്ത്രം ഇട്ടിട്ടാണല്ലോ സർക്കസ് എല്ലാം പെണ്ണെന്നെ. അപ്പൊ അതിനൊന്നുമില്ല. അവർക്കൊന്നും മക്കൾ സ്കൂൾ പഠിക്കുന്നവരില്ല, അവരെ മക്കളൊന്നും കാണുന്നില്ല, അവരെ നാട്ടുകാർ കാണുന്നില്ല. എന്താ കുഞ്ഞുമക്കളെ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവായിട്ടാണ്. അപ്പൊ ഈ ബിഷപ്പ് പറഞ്ഞത് ഇതൊന്നല്ല. ബിഷപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. എനിക്കിപ്പോ എല്ലാ വീഡിയോസും മുങ്ങി തപ്പി എടുക്കാൻ കഴിയല്ല. അത് ഞാൻ ആ ബിഷപ്പിന്റെ വിഷപ്പ് പറഞ്ഞ വീഡിയോസ് കണ്ട് ഞാൻ അതാണ് ഇട്ടേച്ചതാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. പക്ഷെ അത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ആ വീഡിയോസ് ഞാൻ എടുത്തു വെക്കുകയാണ്. ബിഷപ്പ് നല്ല രീതിയിൽ പറയാം, എൻ്റെ വീട്ടിലും കയറിപ്പോകർ എന്തെല്ലോ കേസ് കൊടുക്കുന്ന, കാലടിച്ചു മുറിച്ചത് എന്തെല്ലോ പറഞ്ഞ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെയാണ് എനിക്ക് ആ വീഡിയോസ് എടുത്ത് വെക്കാനും. പക്ഷെ ആ വീഡിയോസ് കാണിച്ചും കൊണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകാർ എടുത്തിട്ട് എൻ്റെ ഉമ്മോ ബിഷപ്പിനെ കുറ്റം പറയുന്നു, രേണുസുധിനെ കുറ്റം പറയുന്നു, മോനെ പോക്കി വെക്കുന്നു. എന്താ ഓനിക്ക് ചെറിയ മോനല്ലേ, 13 വയസ്സായ മോനല്ലേ, ഓനിക്കും വലിയ ബുദ്ധി വരുവാനൊന്നും ആയിക്കൊന്നുമില്ല. ആ മോനിക്ക് എന്താ ഈ നാട്ടുകാർക്ക് എന്താ പറഞ്ഞു കൊടുത്തുവിടേനു, അല്ലെങ്കിൽ ഓൻ്റെ വാട്സപ്പ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുവിടേനു, മോനെ അമ്മ എന്തോ കാട്ടി, അമ്മ അഭിനയിക്കാൻ വേണ്ടി പോയതല്ലേ, ആ കിട്ടിയ പൈസ കൊണ്ട് അമ്മ കാറെടുത്ത് അമ്മ നിനക്ക് എത്രയോ പണം തന്ന് അല്ലേ, ആ അമ്മേന്റെ നീയും കൂടി എന്തിനാ അമ്മേന്റെ മാറിടവും അമ്മേന്റെ ശരീരവും നീയും കൂടി എന്തിനാ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതെന്ന് ഈ സുദിന മോനിക്ക് ഇങ്ങക്ക് പറഞ്ഞു കൊടുത്തുവിടേനു. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഓനിക്ക് ഇങ്ങനെ കുത്തിക്കൊടുത്ത് അതല്ല ഓൻ വീണ്ടും ഓൻ വരുന്നത്. ഇതെല്ലാം ആർക്ക് മനസ്സിൽ നല്ല തലച്ചോറും ബുദ്ധിയും ശക്തിയും ഉള്ളതുമായ എൻ്റെ ബിഷപ്പിന് മനസ്സിലായി. എന്നെപ്പോൾ തന്നെ ബിഷപ്പിന് മനസ്സിലായത് കൊണ്ടാണ് ബിഷപ്പ് ആ മോനെ പറഞ്ഞത്. മനസ്സിലായോ? എല്ലാണ്ട് ബിഷപ്പ് മോനെ കണ്ടുകൂടേറ്റുമല്ല, രേണു സുധീനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും അല്ല, കണ്ട പറഞ്ഞതാണ്. ഞാനും കണ്ടേ പറയുന്നുള്ളൂ.
എന്തോ രേണുസുതി ആയിക്കോട്ടെ, അത് നാട്ടുകാരെല്ലാം കണ്ടതാണ്. പിന്നെ അമ്മേന്റെ ശരീരഭാഗം എടുത്ത് കാണിച്ചു വന്നിട്ട് ഓൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബിഷപ്പിന് സഹിച്ചില്ല. എനിക്കും സഹിച്ചിട്ടില്ല, എനിക്കും അത് സഹിച്ചിട്ടില്ല കേട്ടോ. ഓൾ അഭിനയിക്കാൻ പോയല്ലേ, അതിനെന്താ? ഉടുതുണി വസ്ത്രം തീരെ ഇടാതല്ലോ അഭിനയിച്ചത്, തീരെ ഇടാതല്ലാലും കാണിച്ചത്. എന്തല്ലടോ നിങ്ങൾ സിനിമ കാണാത്തവരാണോ നിങ്ങള്? അല്ലേ, സർക്കസ് കാണാത്തവരാണോ നിങ്ങള്? അതിൽ എന്തെല്ലാം കോപ്രായങ്ങളുണ്ട്. അവരെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നില്ല, അവരെ മക്കൾ പിന്നെ നാട്ടുകാർ കാണുന്നില്ല, അവരെ കുടുംബക്കാർ കാണുന്നില്ല. ഈ രേണുസുതി മാത്രം ഇങ്ങനെ കളിച്ച് ശരീരം ആടെ കാണിച്ച് ഇവിടെ കാണിച്ച്. എന്താ, എനിക്ക് രേണുസുതി ആരുമല്ല, ഓളേതോ തട്ടിയെത്ത. ഓളിപ്പ ഇനി എന്തായാലും എനക്കെന്താ, പക്ഷെ എനക്ക് എല്ലാവരോടും ഒരു സ്നേഹമുണ്ട്. കണ്ട പറയും. ആ രേണുസുതി അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളെ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് നോർമലായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനത്തെ രോഗത്തെ പറ്റിയിട്ട് നിങ്ങളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കേട്ടോ. നമ്മൾ എന്തോ ആയാലും മക്കളെങ്ങനെയാ അതും വീഡിയോ പൊക്കി പിടിച്ച് കാണും. ഓള് ആ മോനെ കാണുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ട വീഡിയോസാ. 11 വയസ്സ് മുതൽ എടുത്തു പറ്റ മോനും വളർത്തിയ മോയെ എന്നെ കാണാൻ വന്നില്ല, അത് വല്ലാത്തൊരു വിഷമമുണ്ടെന്ന് അവൾ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പല വീഡിയോസ് ഇട്ടതിന് ശേഷമല്ലേ ഓൾ എതിര് പറയാൻ തുടങ്ങിയേ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തേ, എനിക്കതാ നിങ്ങളെ കണ്ടുകൂടാത്ത. ഓളെ പറ്റിയിട്ട് പല വീഡിയോസ് ഇട്ടത് കൊണ്ടല്ലേ ഓള് എടാ എന്റെ കയ്യിലുണ്ട് ഇഞ്ചത്, എടാ ഇന്നെ കൊണ്ട് ഞാൻ പറയുന്നല്ല ഓള് പറയാൻ കാരണം എന്തുകൊണ്ടാ? ഒന്നോക്ക് കാണണമെന്ന് പറഞ്ഞപ്പം തന്നെ വീഡിയോസ് പൊക്കി പിടിച്ചിട്ട് വന്ന ആ അമ്മേനെ ഇവിടെ കാണുന്നു ആടെ കാണുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു 2 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടുന്നുണ്ട് എന്നല്ല. അതെന്താ, അഭിനയിച്ച പൈസ കിട്ടൂല? ഓള് ശരീരം കംപ്ലീറ്റ് അയച്ചിട്ട് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നേ. സീരിയലായാലും സിനിമയിലായാലും സർക്കസിലായാലും അതേപോലത്തെ രീതിയിലുള്ള അഭിനയം തന്നെ ഓൾ അഭിനയിച്ചിട്ടുള്ളൂ അല്ലേ. അത് ഇനി ശരിയല്ല. രേണുസുധീന്റെ മൂത്ത മോന്റെ പേര് തന്നതിനോളി എനക്ക് മനസ്സിലായിക്കില്ല. എനക്ക് തിരിഞ്ഞിക്ക് എനക്ക് പെട്ടെന്നൊന്നായോ പേര് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. അത് ഇനി ശരിയല്ല. കാരണം വെച്ചാൽ ലോകം മുഴുവനും ജനങ്ങൾ കണ്ടിക്ക് ഓൾ അഭിനയത്തിന്റെ വീഡിയോസ്. പിന്നെ ഇനി സ്വന്തം അമ്മേന ജനങ്ങൾ എന്തോ പറയും, നാട്ടുകാരായാലും കുടുംബക്കാരായാലും എന്തെങ്കിലും മോശത്ര നമ്മളെ കൊണ്ട് പറയും. പക്ഷെ സ്വന്തം മക്കൾ പറയാറത് കണ്ടിട്ട് അത് നിങ്ങൾ മാധ്യമത്തിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കരുത്. അത് മോശം തന്നെ. ആ മോശം കണ്ടെത്തത് അത് തെറ്റാണെന്ന് കണ്ടത് കൊണ്ട് തന്നെ വിശപ്പ് സംസാരിച്ചത്. നിങ്ങൾ വിശപ്പ് സംസാരിക്കുന്നല്ല നിങ്ങൾ കേട്ടിക്ക, അത് കുറെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല വിശപ്പ്? ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് പരസ്യം കേട്ടോ. ആ വിശപ്പ് സംസാരിച്ചത് നിങ്ങൾ കാണണ്ടേ, അതൊന്ന് പരസ്യം കഴിഞ്ഞോട്ടെ, അപ്പോഴത്തേക്ക് റീയടിയട്ടെ. ആ വിശപ്പിന് സത്യം മനസ്സിലായത് കൊണ്ടാണ് ആ കണ്ടാ ഈ അവന് ലെവനു കണ്ടാ നേരിട്ട് പ്രശ്നം ഉണ്ടായിക്കില്ല. യവനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കണ്ട കൊറേ യൂട്യൂബർ ഉണ്ട്. ഇങ്ങനെ കണ്ട കൊറേ യൂട്യൂബർ ഉണ്ട്. എന്താ ആ ബിഷപ്പ് പറയുന്നതിനനുസരിച്ച് ബിഷപ്പ് മോനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടല്ലോ, അതിനെതിരായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നു. ബിഷപ്പ് പറയുന്ന വീഡിയോസിൽ കൂടിയേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോസിൽ കൂടി തന്നെയല്ലേ പറയാ. നീ ഇപ്പൊ വീഡിയോസിൽ കൂടി അല്ലേ പറയുന്നേ? വീഡിയോസിൽ കൂടി തന്നെ പറയിപ്പിച്ച നിന്നെപ്പോലത്തെ ആൾക്കാരല്ലേ, നിന്നെപ്പോലത്തെ ആൾക്കാരെ പറയിപ്പിച്ചേ. ഞാൻ കണ്ട പറയുന്ന മക്കളെ, എനിക്ക് ഒരാളെ പക്ഷം പറയണ്ട. എനിക്കിത് കുറെ ദിവസമായി പറയുന്നതായിരിക്കും. കാരണം ശിവന്റെ വീഡിയോസ് ഒന്നല്ല, ഞാൻ വിശപ്പ് തന്നെ കുറെ നേരം സംസാരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് അത് ഞാൻ ആയിപ്പോയി, അതിനെ കാണുന്നില്ല ഇപ്പൊ. അത് ഞാൻ അങ്ങനെ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എടുത്ത് വെക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പല ആളും പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വിശപ്പ് പറഞ്ഞപ്പോൾ മനസ്സിലായി, എന്നെപ്പോൾ തന്നെയുള്ള ഒരു നല്ലോണം ശരിക്കും മനസ്സിലാകുന്ന നല്ല തലബോധമുള്ള കാര്യം ശരിക്കും മനസ്സിലാകുന്ന ഒരാളാണ് വിശപ്പ്. അതുകൊണ്ട് ആ വിശപ്പും കൂടി ആ മോന കുറ്റം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രംഗത്തേക്ക് വന്നത്. കാരണം വെച്ചാൽ മറ്റുള്ള വീഡിയോസ് ആരല്ലോ നിങ്ങൾക്കറിയാലോ, ആരുണ്ട് മോശം പറയുന്നത്, ആരെ കൊണ്ടിട്ട് കുറ്റം പറയുന്നത്. ആ വീഡിയോസ് എടുത്ത് കാണിക്കാനാണ് യൂട്യൂബർക്ക് ഭയങ്കര ഇഷ്ടം. അവര് പണം ഉണ്ടാക്കുന്നതും മറ്റുള്ളവരെ പച്ച ഇറച്ചി കൊത്തി തിന്നിട്ടാണ് അവര് പൈസ ഉണ്ടാക്കുന്നത്. അത് ഏത് മതക്കാരായാലും ഏത് ആൾക്കാരായാലും മറ്റുള്ളവരെ കുറ്റം കൊത്തി പറിച്ച്. രേണുസുധിക്കൽ എത്ര വിഷമ ഇപ്പൊ ഓളെ പേരിനോളി നജില ഇപ്പൊ 3 മറ്റേ ഇതില്ലേ 3 ചാനലുകാർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഓള് പോയിട്ട്.
അതോ ഓളെ കൊണ്ട് ഇല്ലാത്തതെല്ലാം ഇല്ലാത്തതായാലും ഉള്ളതായാലും വിളിച്ചു പറഞ്ഞു എന്തിന്നാ മക്കളെ ജനങ്ങളെ മുന്നിൽ മോശമായി ചിത്രീകരിപ്പിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ഡോളർ ഉണ്ടാക്കുന്നത്? അത് ഏത് മതക്കാരായാലും ഞാൻ പറയുന്നത്, എന്തിനാ നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഇപ്പൊ ഓള് കേസ് കൊടുത്തപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പല ചാനലുകാരും ഞങ്ങളെ ഡിലീറ്റ് ആക്കി, ജിലാനെ കൊണ്ട് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ആക്കി പോസ്റ്റൽ ഇട്ട ഞാൻ കാണുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോവേറ്റ കേട്ടാ, ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോവേറ്റ. ഒരുപാട് ആൾ ഓളിട്ട വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓൾ 5 ആക്കും കേസ് കൊടുത്തിട്ട്. എന്തിനാ മക്കളെ മറ്റുള്ളവരെ പച്ചർച്ചി കൊത്തി പറിച്ച് തിന്നുന്ന ആവശ്യങ്ങള്? കണ്ടവർ ഇപ്പൊ വിശപ്പ് പറഞ്ഞില്ലേ, വിശപ്പ് രേണു ഒരു സുധീനോട് നല്ലൊരു വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെറുപ്പെല്ലാം ഉണ്ടായിരുന്നു. ആ വീട് ചോരുന്ന് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ സമയത്ത്. എന്നിട്ട് ആ വിശപ്പ് അതുപോലും മറന്ന് ഞാൻ വീടുണ്ടാക്കി കൊടുത്ത ആ മോയെ സ്വന്തം അമ്മേനെ കൊണ്ടെന്താ ഇങ്ങനെ പറഞ്ഞത്, സ്വന്തം അമ്മേന്റെ വീഡിയോസ് എന്തിനാ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വന്നേന്ന് ആ വിശപ്പിന് വിശപ്പ് എന്നെ പോലെ തെറ്റ് കണ്ടാൽ ആരെ ഭാഗത്തും പറയും. രേണു സുധിക്ക് തെറ്റ് കണ്ടപ്പോ രേണു സുധിന്റെ ഭാഗം ഓളെ കൊണ്ട് പറഞ്ഞു. ഇപ്പൊ മോനെ കൊണ്ട് തെറ്റ് കണ്ടപ്പോ മോന്റെ ഭാഗം പറഞ്ഞു. അങ്ങനെ തെറ്റ് കണ്ട പാകം പറയണം നിങ്ങള്, അല്ലാതെ നിങ്ങള് അപ്പാട് ഒരു പക്ഷം തന്നെ അങ്ങ് നിക്കലല്ല. ഇപ്പം ബിഷപ്പ് പറഞ്ഞതെന്നാ ആ മോന് മാത്രമാണ് ആ വീടുണ്ടാക്കി കൊടുത്തത്. എന്താ ഞാൻ പ്രസവിക്കാണ്ടാണോ എന്റെ മക്കൾ ഉണ്ടായത്? അപ്പൊ എന്റെ മക്കൾക്ക് മാത്രം ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? അപ്പൊ രേണു സുധീന ആ മക്കൾക്ക് മാത്രം പറ്റുക? സുധീന അതായത് സുധീന അവനെ മുന്നിൽ കണ്ട് അവന്റെ ഭാര്യയും മക്കളും കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ വീടെടുത്ത് കൊടുത്തത്. അല്ലാണ്ട് മക്കൾക്ക് മാത്രമൊന്നല്ല, രേണുവിനാണ് പാർക്കാനുള്ള അർഹത ഉണ്ട്. എന്താ ഇത്? ഈ വീടിപ്പോ എന്റെ അഷർക്കാൻ്റെതാ, ഇത് മക്കൾക്ക് മാത്രം അവിടെ പാർക്കാവും? ആ ഭർത്താവിന്റെ 8-1 എനിക്കും ഉണ്ട്. മക്കളെ പോറ്റുള്ള ഞാനിവിടെ വേണ്ടേ? അപ്പൊ ആ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ആ മക്കളെ പേറ്റ് കൊടുത്ത് എന്തിനാന്നാ? രേണുസുതി വേറെയും കല്യാണം കഴിച്ചിട്ട് പോകും. അതിപ്പോ രേണുസുതിയാലും ഞാനായാലും ആരായാലും വേറൊരു കല്യാണം കഴിച്ചിട്ട് പോകും, അതിൽ കുട്ടികൾ ഉണ്ടാവും, പിന്നെ അവകാശം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതെല്ലാം കളിക്കും. അതുകൊണ്ടാണ് മക്കളെ പേറ്റ് കൊടുക്കുന്നത്. അല്ലാതെ രേണുസുതിനെ കണ്ടുപിടിറ്റൊന്നുമല്ല. അത് ആരായാലും, അത് ഈ നമ്മളെ നേരിലായാലും. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് വിശപ്പ് പറഞ്ഞിട്ട് ഓനിങ്ങി വരട്ടെ, ഞങ്ങളെ വീട്ടിലേക്ക് കേറ്റൂല, ഞങ്ങൾ കാലൊടിച്ചുകളി, എന്തൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? കാരണം സ്വന്തം അമ്മേന്റെ ആ മോശത്രയുള്ള വീഡിയോസ് അല്ലേ എന്തെന്ന് അതിലും വലിയ വീഡിയോസ് ഉണ്ട്. എന്നിട്ട് ആ മാറുഭാഗം കാണുന്ന വീഡിയോസ് എടുത്ത് പൊക്കി പിടിച്ച് കാണിക്കാൻ ഓനാരാ ഒരു അമ്മയല്ലേ? 11 വയസ്സിൽ എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അമ്മയല്ലേ? പെറ്റത് കൊണ്ടൊന്നും അമ്മ മാത്രം ആവൂല. പെറ്റ അമ്മ എത്ര കൊല്ലുന്നുണ്ട്. അതിലും നല്ലതാണ് പോറ്റമ്മക്ക് വലിയ സാധനം ഉണ്ട്. മനസ്സിലായോ? ഇൻഷാ അല്ലാ. അതുകൊണ്ട് ആ വിശപ്പ് ഞങ്ങൾ ആരും കുറ്റം പറയരുത്. ഞാൻ വിശപ്പിന് വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞത്. വിശപ്പിന് ഒരൊറ്റ കുട്ടി കുറ്റം ഓർ കണ്ടതേ പറഞ്ഞിക്കുള്ളൂ. ആ എനിക്ക് വിശപ്പ് പറയുന്നതിന്റെ മുന്നേ ഈ മോൻ വീഡിയോസും പൊക്കി പിടിച്ച് വന്നേരേ എന്റെ മനസ്സിലുണ്ട് അതെങ്ങനെയാ മോൻ വരുക എന്ന്. എന്റെ മനസ്സ് പോലെ തന്നെ ആ വിശപ്പ് പറഞ്ഞ്, എന്റെ മനസ്സുള്ള പോലെ തന്നെ വിശപ്പ് പറഞ്ഞ്, വിശപ്പും കൂടിയും പറഞ്ഞപ്പോഴാണ് ഞാനും എന്നാൽ എന്തായാലും ഒരു വീഡിയോസ് ചെയ്യട്ടെ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ പ്രഷറല്ല, എൻ്റെ മനസ്സിങ്ങനെ തുമ്പുന്നു കേട്ടോ. വളരെ സത്യമാണ്. അതുകൊണ്ട് സുധീന്റെ മൂത്ത മോൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, മോനെ ആ നാട്ടുകാരും കുടുംബക്കാരായാലും ആരെല്ലാം അവർ നല്ലോണം നടന്നാലും പറയും, മോശമായി നടന്നാലും പറയും. അത് കണ്ടിട്ട് സ്വന്തം മോനായ ഇനി പൊക്കി പിടിച്ച് വരരുത്. നിന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹേ അമ്മ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിക്കുള്ളൂ. പിന്നെ നീയാണ് അമ്മക്ക് വേണ്ടാത്ത വീഡിയോസും കൊണ്ട് വന്നപ്പോഴാണ് ആ അമ്മ പ്രതികരിച്ചിക്കുള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും പലതും പറയും. സ്വന്തം അമ്മേനായാലും ഉമ്മേനെ ആയാലും ഇല്ല മക്കള് കുറ്റം പറയാൻ പാടില്ല. ഇനി നിങ്ങളെ അമ്മേനും ഉമ്മേനെയും മക്കളായി നിങ്ങൾക്ക് കണ്ടുകൂടെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളില്ല, നിങ്ങളെ അമ്മേനും ഉമ്മേനും കുറ്റം പറയുമ്പോൾ നാട്ടുകാർക്ക് നല്ല മറുപടി നിങ്ങൾ കൊടുക്കണം. അമ്മേനോട് ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും നേരിൽ, അമ്മേ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ എന്തെങ്കിലും വികൃതിയൊക്കെ നിങ്ങൾ കാട്ടുമായിരിക്കും. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ അത് കാട്ടുവാൻ പാടില്ല. അമ്മേന്റെ അവഹിതവും ഒക്കെ പിടിച്ച് വന്നിക്ക്. ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞില്ലേ മോനെ. ഈ ബിഷപ്പ് പറയുന്നത് കൊണ്ട് ബിഷപ്പിനെ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇടുന്നു. എന്തിന്റെ ആവശ്യത്തിന് ഉള്ളത് പറഞ്ഞല്ലേ. ഇപ്പം പറഞ്ഞ സമാധാനമായ എനക്ക് എൻ്റെ മനസ്സിൽ കേട്ടോ. 2 ദിവസമായി മിങ്ങി കളിക്കുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ മക്കളെ, ബായ്. അതുകൊണ്ട് ആറ് നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും മോശം പറയുന്ന വെച്ചിട്ട് സ്വന്തം അമ്മേനായാലും പെങ്ങളെയായാലും പോയിട്ട് 4-5 അടി വെച്ച് കൊടുക്കലും 4-5 തെറി വിളിക്കലും മോശത്ര. നാട്ടുകാർ പലതും പറയും. നമ്മൾ എന്നെ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും അതിന്റെ താഴെ കമന്റ് കാണാലോ ഭ്രാന്താണോ വട്ടാണോ നാട്ടുകാരില്ലേ വീട്ടുകാരില്ലേ എന്നല്ല.
അത് അങ്ങനെ പറയും. ഇപ്പൊ എല്ലാരും നമുക്ക് നന്നാക്കാനൊന്നും പറ്റൂല. അത് അവരെ വീട്ടിലായാലും അവരെ കുടുംബത്തിലായാലും അയൽവാസികളോടായാലും അവരങ്ങനത്തെ സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ് നമുക്ക് വേർഡ് കമന്റ് വന്നിട്ട് ഇടുന്നത്. നല്ല വീഡിയോസ് കാണുന്ന നേരം വേർഡ് കമന്റ് ഇടുന്നത് അവരെ സ്വഭാവം തന്നെ അങ്ങനെ. അള്ള ബലാലാക്കി അത് ബലാൽ തന്നെയാന്ന് ഞാനും കിതാബിൽ പഠിച്ചിട്ടുണ്ട്. അള്ള ബലാലാക്കി അത് ബലാലിനെ അതിനെ പുറത്താക്കണം. അതിൽപ്പെട്ടതാണ് ചില ബേളന്മാർ ഇങ്ങനെ കണ്ട പറയുന്നത്. ഓക്കെ മക്കളെ, ബൈ.